മനസ്സറിഞ്ഞ് ചിരിക്കേ എന്നാ ഇല്ല ഇല്ല താൻ ശരിക്കും ചിരിക്ക പല്ല് കാണിച്ച് ചിരിക്കണ്ട ശരിക്കും ചിരിക്കേ സുന്ദരനാ അവിടെ തന്നെ നിന്നാ മതിയോ ആ എടുത്തോണ്ടിരിക്ക ചീത്ത വിളിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും മൈക്കാണ് കേട്ടോ ഓക്കെ സുന്ദരനാണ് കോമളനാണ് ഇപ്പൊ കണ്ടോണം പറഞ്ഞ കേൾക്കാത്തവർക്കെല്ലാം പടക്കം പൊട്ടിക്കുക. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഡോൺ ചാറ്റിന്റെ ബർത്ത്ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇന്നത്തെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചതല്ല, അതിനകത്ത് കുറേ കുഞ്ഞിലെ ഉള്ള ഫോട്ടോസ് കൊണ്ടുപോകണം. യൂട്യൂബ് തന്നെ അത് ഓഫ് ചെയ്താണ്. കുറേ പേര് വിചാരിച്ചു ഞാനിപ്പോൾ മനഃപൂർവ്വം യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുക. നല്ല ബേബി കണ്ടന്റ് കൂടിയത് കൊണ്ട് യൂട്യൂബ് ഇപ്പോൾ പെർമനൻ്റ്ലി എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയ മട്ടാണ് ലോങ് വീഡിയോൻ്റെ. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഓഫ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഞാൻ അവരുടെ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അതിനകത്ത് കുറേ ഡോൺചാറിൻ്റെ ബേബി ഫോട്ടോസ് ഒക്കെ ഉള്ളതാണ് റീസൺ അവർ പറയണത്. അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞപ്പം ഒരു റീൽസ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. രാത്രി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചിന് പുറത്തൊക്കെ പോയി. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡോൺ ചേട്ടനെ ഒന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചീറ്റി പോവും. ആൾക്കൊരു കോംപ്ലക്സ് ഇപ്പോഴും ഉണ്ട്, ഞാൻ വീഡിയോയിൽ വന്നാൽ ശരിയാവില്ല. ചാനലിൻ്റെ പ്രശ്നമുണ്ട്. ചിലപ്പം ന്യൂസും കാര്യങ്ങളും വരുമ്പോൾ ഡോൺ ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഡോൺ ചേട്ടൻ അത് ഇഷ്ടമില്ല പേഴ്സണലി. എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും നിങ്ങൾ അത്രയ്ക്കും സപ്പോർട്ട് തന്നിട്ട് വിഷ് ചെയ്തിട്ട് അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഭയങ്കര മോശമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ നോക്കട്ടെ വിഷ് ചെയ്യാം അല്ല എന്തെങ്കിലും പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആവശ്യമുണ്ട് തന്നെ കൊണ്ട് അയ്യോ ആവശ്യമുണ്ട്. മാന്യ സദസ്സിന് നമസ്കാരം അതൊന്നും പറയേണ്ടതാണ്. താങ്ക് യു പറഞ്ഞാൽ മതി. ഓക്കെ ഇപ്പോഴും താങ്ക് യു പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ഇരിക്കോ അവിടെ എവിടെ അവിടെ തന്നെ നിന്നാ മതിയോ? ആ എടുത്തോണ്ടിരിക്ക ചീത്ത വിളിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. മൈക്കാണ് കേട്ടോ. ഓക്കെ സുന്ദരനാണ് കോമളനാണ്. അപ്പൊ ഞാൻ ഡോൺ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബർത്ത്ഡേ വിഷസ് പറഞ്ഞൊരു താങ്ക് യു പറയടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്ര കൊല്ലത്തുള്ള പ്രസംഗം പറയണ്ട. അത് ഡോൺ ചേട്ടന് ഇപ്പോഴും ഒരു ഷൈനസ് ഉണ്ട്. അത് നമുക്ക് പ്രാക്ടിക്കലി യൂട്യൂബ് കുറെ കാലം ഉണ്ടെങ്കിൽ നമുക്ക് ഷൈനസ് മാറ്റിയെടുക്കാം. പക്ഷെ മാറ്റുമോ? കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറും. പക്ഷെ ടൈം എടുക്കും. 3 വർഷമായിട്ട് ടൈം ആയിട്ടില്ല, എന്നാലും ടൈം ആവും. ഞങ്ങൾ ഇനി കേക്ക് കട്ടിങ് ഉണ്ട്. രേവയാണ് പതിവ് പോലെ കേക്ക് ഞാൻ ഡിസൈൻ. ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇവരാരും കേക്ക് ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. കാരണം രേവ രാവിലെ ഇവരാരും ഇല്ലാത്തപ്പോഴാണ് കയറി വന്നത്. അപ്പോൾ അവള് മെൽറ്റ് ആയിട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പോൾ മുകളിൽ ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോൺ ചേട്ടനും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഡിംപിളെങ്കിലും അറ്റ്ലീസ്റ്റ് കാണുന്നത്. അപ്പോൾ ആരും ഇന്നത്തെ കേക്ക് കണ്ടിട്ടില്ല. ഞാൻ സമയം ആകുമ്പോഴേ എടുക്കുള്ളൂ. കാരണം വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് ഓട്ടയിട്ടോണ്ടിരുന്നത്. ഞങ്ങൾ വേഫൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച കേക്കിൽ ഓട്ടയിട്ട് സൈഡ് ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഗ്രാൻഡ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഇത് ഡമ്മി ബർത്ത്ഡേ അല്ല, കേക്ക് ശരിക്കുള്ള കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി അത് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അത് ഞാൻ അത് കാണിക്കാം. ഈ പിള്ളേരുടെ തോമ വീഡിയോയിൽ വന്നിട്ട് താങ്ക് യു പറഞ്ഞേ. തോമു പറയൂ പറ. അപ്പൊ അപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ ഒന്ന്? തോമു ഇന്നലെ സത്യം പറഞ്ഞ തോമുണ്ടൊരു വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു തരാൻ. തോമു അപ്പനെ വിഷ് ചെയ്ത് എങ്ങനെ തോമു? ഹാപ്പി ബർത്ത്ഡേ. കേക്ക് ഉണ്ടെന്ന് പറഞ്ഞോ? ഇത് കേക്ക് ഉണ്ടെന്ന് പറഞ്ഞോ? എന്നാ നീ ഇറങ്ങിപ്പോക്കോ എന്റെ ബൈക്ക്. അപ്പൊ കേക്ക് രേവയുടെ വക. പിന്നെ ഉച്ചയ്ക്ക് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബാർബിക്യൂനേഷന്റെ സംഭവങ്ങള് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ് അല്ലേ ക്യാമറാമാനൊന്നും പറയണില്ല. അപ്പൊ ദേ ഇതാണ് കേട്ടോ രേവ കൊണ്ടുവന്ന കേക്ക്.
കണ്ടാ പൂവിന് ഇഷ്ടായോ? കൈ ഇടാൻ പാടില്ല കേട്ടോ. വാവ്, താങ്ക് യു രേവ എന്ന് പറ. ഹായ്. ഓ ഹാർട്ട് ഷേപ്പ് കാണിച്ചു തോന്നുമ്പോ എങ്ങനെയാ കാണിച്ച് ഫോണിൽ കാണിച്ച്. എന്റെ മോനെ നീ അത് തോണ്ടി തോണ്ടി. റെഡ് ഉണ്ട്, വേറെ ഏത് കളറാ ഉള്ള? ബ്ലാക്ക് ഉണ്ട്. കുത്തി ഹാർട്ടാണോ? കൊണ്ടുപോകും. എന്തുമാ? ഹായ് വെക്കട്ടെ. ആർ യു റെഡി ഗൈസ്? സ്ഥലങ്ങള് ചാക്കോച്ച മതിയായില്ലേ? വേറെ പറഞ്ഞില്ലേ? ഫോട്ടോ എടുക്കണ്ട. എടാ നീ കരയുന്നത് ഈ മൈക്കിലൂടെ നാട്ടുകാർ ഇതാണോ? ഇത് ലെറ്റേഴ്സ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ഇതാണോ? അപ്പോയെ ഇനി അപ്പ കട്ട് ചെയ്യാൻ പോണം കേട്ടോ. നോക്കൂ നോക്കൂ ഡാഡി ടിവിയിൽ നന്നു നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പാച്ചുപാട് ഹാപ്പി ബർത്ത്ഡേ ടു യു പാച്ചു കത്തിക്ക് തോമപാട് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ കണ്ടോണം പറഞ്ഞ കേൾക്കാത്തവർക്കെല്ലാം പടക്കം പൊട്ടിക്കുക. വാ മമ്മി. ഈ ഫ്രെയിം നല്ല രസമുണ്ട്. ഒരു മിനിറ്റ് ഈ ഫ്രെയിം നല്ല രസമുണ്ട്. ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഇപ്പൊ കത്തിക്കില്ലേ? ഫ്രണ്ടിൽ വന്നിക്ക് തോന്നൂട്ടാ. ഡാഡി ഇവിടെ നോക്കിയ ഒരു ഫോട്ടോ. സ്മൈൽ ഡോണോ ഡോൺ സ്മൈൽ ചെയ്യോ? മമ്മി ഇങ്ങോട്ട് നോക്കിയോ? അത് നോക്കണ്ട. ഡാഡി ഇങ്ങോട്ട് നോക്ക്. അവനെ നോക്കണ്ട വിട്. ഓ ആ മമ്മി സ്മൈൽ. അവനെ നോക്കണ്ട. ഡാഡി ഇങ്ങോട്ട് നോക്കോ? ഡേജ ഇങ്ങോട്ട് നോക്ക് ഫോട്ടോ. ഡാഡി ഇങ്ങോട്ട് നോക്ക്. ഡോൺ ചേട്ടൻ എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. പിള്ളേരുടെ എക്സ്പ്രഷൻ നോക്കണ്ട. സോ ഹൊറിബിൾ ലൈഫ്. ചാക്കോ ചക്രമാണ്ട ചാക്കോച്ച നീ അത്ര ബാക്കി വാക്കുകൾ എന്ത് പറയാനെ പറ്റി. കത്തിക്കാം. ഇവിടെ തന്റെ പുറകെ കൊച്ചുണ്ട്. ഇതെന്താ കത്താത്ത? കത്തട മോനെ നീ. ബർത്ത്ഡേ പോയത് തല തിരിച്ചാണോ കുത്തിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡോൺ ചേട്ടാ. ഇവിടെ നിൽക്കൂ. ഡാഡിക്ക് മമ്മിക്ക് കൊടുക്കണോ ആദ്യം? ഒരു ഹാർട്ടേല വന്നപ്പോ ആദ്യം ഹാപ്പി ബർത്ത്ഡേ പോകും. ഇവിടത്തെ ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ അവരുടെ ഹാപ്പി ബർത്ത്ഡേ. ഇവിടുത്തെ കട്ടിങ് ചെറിയൊരു മിനി ഹാപ്പി ബർത്ത്ഡേ ആണ് ഇവിടെ. എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ.
തന്നോ 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 മേടിക്കതിരിച്ച് അത് സാരില്ല മമ്മി ഒന്ന് നിർത്തി ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രാവണ കാണിക്കട്ടല്ലോ അതെ നോ വെറുതെ എടുത്തോ നോ നോ ഇഷ്ടായ നൈസ് കേക്ക് ആണോ? ഇഷ്ടായെന്ന് പറഞ്ഞു കുട്ടി ഡാഡി ഒരു മിനിറ്റ് ചാപ്പച്ചിന് എടുക്കുവോ? ഒരേ ഒരു മിനിറ്റ്. നല്ല കേക്ക് അല്ലേ? ഷെയർ ചെയ്യ രണ്ടാളും നോക്കട്ടെ ഇവിടെ മാത്രം മുറിക്കേ ആ മതി അപ്പയ്ക്ക് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ പറ. ഓ വാവ് വെരി ഗുഡ് ബോയ്. തൂക്ക് നല്ല കേക്ക് നമുക്ക്. ചൊറിയാൻ അവനാ ഇവര് ഈ പ്രായത്തിൽ ഓ എനിക്കിനി ചത്താ മതി എനിക്ക് നിങ്ങൾ ആരും കാണാണ്ട് വേണ്ട വേണ്ട ഇതെന്താ ഇത്രയും വലിയ കേക്ക് ഉണ്ടായിട്ട് വാല് പാകുന്നു. മതിനായിരിക്കില്ല മതി എടുത്ത് വെക്കാം മതി മതി അത് പറ്റി അവിടെ കേക്ക് വേണ്ട എന്ന് പറഞ്ഞ ആള് കേക്ക് നിന്ന് കഴിക്കണം. സുന്ദരനാ. ഞാൻ കേക്ക് നോക്കിയതാ റെഡി അപ്പോ നമ്മുടെ സംഭവ ബഹുലമായ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് കൊടുക്കൽ സെറിമണിയാണ്. ഗിഫ്റ്റ് ഇന്നലെ തൊട്ട് കൊടുത്തു തുടങ്ങി ഓൾറെഡി അല്ലേ? ഇത് എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. തുറക്ക്. ഗിഫ്റ്റ് മാത്രം എടുത്താൽ മതി. എടുത്തുറന്നു. ബെൻസ് സിമ്മലുള്ള ലോക്കറ്റ്. ഞങ്ങൾ ഇന്നലെ പോയി മാലയൊക്കെ മാറി നമ്മുടെ ചാക്കോച്ചൻ നൈസായിട്ടൊന്ന് പൊട്ടിച്ചു. എത്ര കൊടുക്കും ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളായിട്ട് അതങ്ങ് സെറ്റായി. കഴിഞ്ഞ പ്രാവശ്യം ലോക്കറ്റ് ആയിരുന്നു, ഈ പ്രാവശ്യം ലോക്കറ്റാണ്. പക്ഷെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബെൻസിന്റെ സിമ്പിളാണ്. അപ്പോൾ തോമനും ഇവിടെ ഭ്രാന്താണ്. മൂന്നുപേരും ആൺകുട്ടികളായതുകൊണ്ട് അവർ മൂന്നുപേരും മാറി മാറി ഉപയോഗിച്ചോളും. ഇഷ്ടമായോ? ഇത് പക്ഷെ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചതല്ല കേട്ടോ. ബ്രേസ്ലെറ്റിമേ ഹാങ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ മധുരിമെന്ന് വാങ്ങിച്ചിട്ടോ. മധുരിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് കേട്ടോ. ഇത് പ്രൊമോഷനൊന്നും അല്ല, ഇതിൻ്റെ രണ്ടാമത്തെ പർച്ചേസാണ് അവരുടെ കയ്യിൽ നിന്ന്. അത് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പോസ്റ്റലായിട്ട് നമുക്ക് വീട്ടിൽ എത്തിച്ചു തരും. കാരണം ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനിരുന്നതാണ് ഞാൻ. പക്ഷേ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല ചേട്ടന്. അപ്പൊ ഞാൻ അതുകൊണ്ട് ചേട്ടന് എക്സ്പ്രഷൻ കാണിക്കില്ല. വാവ് എന്ന് പറഞ്ഞു. ഇഷ്ടായോ? ചിരിക്കേ. ട്രോളും തന്നെ ആൾക്കാര്. സൂപ്പറായി ഞാൻ പറയിപ്പിച്ച് പറഞ്ഞ അതിന് ബെൻസ് ബെൻസ് ഭ്രാന്തന്മാരുടെ ബെൻസ്. ഇവിടെ ഡോൺ ചേട്ടന് ഇഷ്ടമാണ്. അതിനേക്കാളും ഏറ്റവും ഇഷ്ടം തോമുനാണ്. അപ്പം ഡോൺ ചേട്ടന് വേണ്ട അല്ലെങ്കിൽ ബോറടിച്ചാൽ നമുക്ക് തോമുന് കൈമാറാണ് സംഭവം അല്ലേ? ഇത്രയും കേക്ക് കഴിച്ചല്ലേ, ഒരു
സ്ട്രോങ് ആവട്ടെ, ബലം വരട്ടെ. അപ്പം ഞങ്ങളുടെ കുട്ടി സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി വരാൻ പോണത് ബാർബിക്യൂ നേഷനിലെ ഞങ്ങളുടെ തകിടം പറഞ്ഞ ആഘോഷങ്ങളാണ്. ഇന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, കാരണം പിള്ളേരൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഇളയ കുട്ടിക്ക് നല്ല തരത്തിലുള്ള ചൊറിച്ചിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്ര സുഖമില്ലായിരുന്നു പതിവ് പോലെ. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നേരെ നിൽക്കും താങ്ക് യു പറയൂ. ഞാൻ നിങ്ങൾ അയച്ച ഓരോ കമന്റ്സ്, ചില കമന്റ്സുകൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഡോൺ ചേട്ടനും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ചു കുറച്ച് പേര്. എന്നോട് പറഞ്ഞു ഞങ്ങൾ ഡോൺ ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പം യൂട്യൂബ് കമന്റ് ഞാൻ ഓഫാക്കി വെക്കണതല്ല, തന്നെ ഓഫായി പോണത്. എൻ്റെ ഫസ്റ്റ് കിടക്കണ ഫോട്ടോ എനിക്ക് ഇത് കിട്ടി, മമ്മിയുടെ കൂടെ കിടക്കുന്നില്ലേ ഫസ്റ്റ് ഡേ ഉള്ള ഫോട്ടോ, അതാണ് പ്രശ്നമായെന്നാണ് യൂട്യൂബ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. പേടിച്ചിട്ട് ഓഫാക്കിയതല്ല, എനിക്ക് ആരെയും പേടിയില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടാറ്റ പറ, വാ തുറന്ന് പറയൂ. ബൈ 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 ബൈ. ഒന്നുകൂടി പറയോ? ബൈ ഒന്നും കൂടെ പറയാം. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാവിലെ അല്ലേ കാണുന്ന, അവർക്ക് ഗുഡ് നൈറ്റ് ആവില്ലല്ലോ. ഞങ്ങൾ 10 സമയം. മനസ്സറിഞ്ഞ് ചിരിക്കേ എന്നാ? ഇല്ല താൻ ശരിക്കും ചിരിക്കുക, പല്ല് കാണിച്ച് ചിരിക്കണ്ട, ശരിക്കും ചിരിക്കുക. അപ്പം നമ്മളിതേ ബാർബിക്യൂ നേഷനിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും ഡോൺ ചേട്ടനും ഡിംപിളും മമ്മിയും ചാക്കോച്ചനുമായിട്ടാണ് നമ്മൾ ബാർബിക്യൂ നേഷനിൽ പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയായിരുന്നല്ലോ. അപ്പോൾ തൊട്ട് എല്ലാവർക്കും പോകണം, ഒന്നിച്ച് പോകണം, കുറേ ആയി ഞങ്ങൾ പോയിട്ടില്ല. ശരിക്കും 2 വർഷം മുമ്പാണ് നമ്മൾ ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് പോയത്, പിന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പോവാം, അവിടെ എന്തൊക്കെയോ ഓഫേഴ്സ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ അതറിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻലി പോണത്. പിന്നെ ഈ സമയം എന്ന് വെച്ചാൽ പിള്ളേർ സ്കൂളിൽ പോണ സമയം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ബാർബിക്യൂ നേഷൻ നമുക്ക് അൺലിമിറ്റഡ് ബുഫേ ആണ്. സോ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം, നമ്മൾ വയറ് ഫില്ലാക്കിയിട്ട് പോയാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ദേ ബാർബിക്യൂ നേഷനിലേക്ക് പോകാനായിട്ട് സെലക്സ് മോളിൽ എത്തിയിട്ടുണ്ട്. സെലക്സ് മോളിലുള്ള ബാർബിക്യൂ നേഷനിലാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇത് ഡിംപിളിൽ നിന്ന് സുന്ദരിമണിയായിട്ട് പുട്ടപ്പൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജേണിയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ ബാർബിക്യൂ നേഷനാണ് കേട്ടോ. ഒരുപാട് നൊസ്റ്റുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ അടിപൊളി ഹൈ ചെയർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ലവ് ലാപ്പിൻ്റെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്തില്ല, കാരണം ചാക്കോച്ച് നല്ല ചൊറിച്ചിലായതുകൊണ്ട് യൂസ് ചെയ്തില്ല. ചാക്കോച്ചൻ ശരിക്കും കുറച്ച് നേരം അതിനകത്ത് ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾ സൂപ്പ് അവന് കൊടുത്തിരുന്നു. എന്താന്ന് ഒരു പിടുത്തവുമില്ല, ആൾ വാശി പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്റ്റാർട്ടേഴ്സാണ്. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 399 ആണ് വരുന്നത് വിത്തൗട്ട് ടാക്സ് കൂടെ കൂട്ടി 449 വരും. ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു റേഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചേഞ്ചിൽ വന്നൊരു സംഭവം എന്ന് വെച്ചാൽ പ്രോൺസ് കാണില്ല സ്റ്റാർട്ടേഴ്സിൽ, ചിക്കനും ഫിഷും പനീറും ആയിരിക്കും, അതായത് വെജും നോൺ വെജും എന്നുള്ള രീതിയിൽ. പനീർ ഫ്രഷ് പനീർ അടിപൊളിയായിരുന്നു, ചിക്കനും അടിപൊളി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ പനീറാണ് കേട്ടോ. സാലഡ്സ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമുക്കന്ന് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ അതില്ല. പിന്നെ ഒരു മെയിനായിട്ടൊരു സൂപ്പ്, പിന്നെ ഇത് ദാൽ തട്ക, റൈസ്, അങ്ങനത്തെ സംഭവം, സ്റ്റീംഡ് റൈസൊക്കെ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ചു എന്നേ ഉള്ളൂ, പക്ഷേ ചിക്കനൊക്കെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ അൺലിമിറ്റഡ് ആണ് സ്റ്റാർട്ടേഴ്സൊക്കെ. ചിക്കനും പനീറും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു. നമുക്ക് ഈ ഒരു റേറ്റിൽ ഒരിക്കലും എവിടെ നിന്നും കിട്ടില്ല. ഇത് ഗാർലിക് ഫ്രൈഡ് നൂഡിൽസാണ് കേട്ടോ. നൂഡിൽസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേ ബിരിയാണിക്കുള്ള പപ്പടവും സാലഡ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് നോൺ വെജ് കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ, കിടുക്കാച്ചിയായിരുന്നു. ഇത് ചിക്കൻ ബിരിയാണിയാണ്, അതും നല്ലതായിരുന്നു, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നല്ല വിങ്സും ഫിഷ് ടിക്കയായിരുന്നു. വിങ്സ് അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു, ഒന്നും മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഡെസേർട്ട്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഒരു ഫുൾ ഫില്ലിങ് ലഞ്ച് ആഫ്റ്റർ ലോങ് ടൈം. കാരണം നമ്മൾ പിള്ളേരായിട്ട് പോകുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് പറയുകയല്ല, പിള്ളേരായിട്ട് പോകുമ്പോൾ അവരുടെ വാശിയും കാര്യങ്ങളും നമുക്ക് ശരിക്കും ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാറില്ല. കുറേ നാളുകളായി ഞങ്ങളങ്ങനെ കഴിച്ചിട്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചാക്കോച്ചൻ ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. പിന്നെയാണ് എനിക്ക് ശരിക്കും വീട്ടിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അവന് നമ്മൾ ആ ന്യൂമോണിയയ്ക്ക് ശേഷം അവന് അലർജറ്റിക് ആയതുകൊണ്ട് അവന് പെർഫ്യൂമിൻ്റെ സ്മെല്ല്, റൂം ഫ്രഷ്നർ, സാമ്പ്രാണി ഇതൊന്നും അവന് പറ്റില്ല. പെട്ടെന്ന് അവന് ശ്വാസം മുട്ടൽ വരും. അപ്പോൾ ഇവൻ ആകെ വെപ്രാളം കാണിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെയായിരുന്നു സംഭവം. അപ്പോൾ അതേ ഞാൻ പെട്ടെന്ന് ഡെസേർട്ട് എടുത്തിട്ട് കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഡാഡി ഈ ഗ്യാപ്പിൽ പിള്ളേരെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ കിഡ്സിന് ഫ്രീ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എത്ര ഏജ് എന്ന് എനിക്കറിയില്ല. കിഡ്സിന് ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് ഒരു മിസ്സിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഡാഡി ഓടിപ്പോയി അവരെ കൊണ്ടുവന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. തോമു എന്താ സംഭവം എന്ന് തോമുന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെയാണ് അപ്പേനെയും ഒക്കെ കണ്ടത്. തോമു ശരിക്കും തോമുൻ്റെ ഒരു 2.5 വയസ്സാണോ അല്ല 1.5 വയസ്സിലാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ തോമുന് ഭയങ്കര ഹാപ്പിയായി, പാച്ചുനും ഭയങ്കര ഹാപ്പിയായി. അവർ ഡെസേർട്ടൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. കേക്കും ബ്രൗണി നല്ല ബ്രൗണി ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റും അതേപോലെ എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആയാലും ഒക്കെ. അപ്പോൾ പാച്ചു ന്യൂഡിൽസും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. തോമു ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. തോമു കുറേ ദിവസങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങളത് പിള്ളേരെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല ചാക്കോച്ചൻ ആകെ ഇറിറ്റേറ്റഡ്. ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ല ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ഇവൻ ഈ കരയുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഡെസേർട്ട് കഴിക്കാൻ നേരത്ത് മമ്മിയുടെയിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഡെസേർട്ട് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ തോമു വന്നിട്ട് തോമു വന്നിട്ട് കേക്ക് കട്ടി. അവർ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം, അവർ ബർത്ത്ഡേയ്സ് സെലിബ്രേഷൻസ് ഒക്കെ പാട്ട് വെച്ച് അവരും വന്ന് കൂടെ നിന്ന് കേക്ക് കട്ടിയൊക്കെ ചെയ്യും. മറ്റേത് നമുക്ക് കേക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ആ ബഫറ്റിൽ കേക്ക് ഇൻക്ലൂഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പുതിയൊരു പാക്കേജിൽ കേക്കിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ നല്ല കേക്കാണ്, നമുക്ക് പോണവർക്ക് മാത്രം കഴിച്ച് അവസാനിപ്പിക്കാവുന്ന രീതിയിലുള്ള കേക്കും കാര്യങ്ങളാണ്. അപ്പോൾ അതേ തോമു അപ്പയുടെ കൂടെ പോയിട്ട് ഐസ്ക്രീം എടുത്തു തുടങ്ങി പതിവ് പോലെ. അപ്പോൾ അത് എൻജോയ്, പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്തു. അവരെ സംബന്ധിച്ച് അവരും എൻജോയ് ചെയ്തു, നമ്മളും ആസ്വദിച്ച് കഴിച്ചു. കറക്റ്റ് ടൈമിന് കേക്ക് കട്ടിങ് സമയത്ത് നമുക്ക് അവരിടയ്ക്ക് വന്ന് ചോദിച്ചു കേക്ക് കട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു പിള്ളേർ വരാനുണ്ട് സ്കൂളിൽ നിന്ന്, എന്നിട്ട് നമുക്ക് കട്ടി. അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ അവരെ ആക്ച്വലി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല റഷും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് ഞാനിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ കഴിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു 449 ഇത്രയും ഫുഡുകൾ, അതായത് സ്റ്റാർട്ടേഴ്സ് നമുക്കൊരു 4 പീസ് കിട്ടണമെങ്കിൽ 100-300 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കണം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ചിക്കൻ ആയിക്കോട്ടെ, പനീർ ആയിക്കോട്ടെ, ഫിഷ്, ചിക്കൻ വിങ്സ്, ബിരിയാണി, സാലഡ്സ്, ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം എന്തുകൊണ്ടും നമുക്ക് വേർത്തായിട്ടുള്ളൊരു സംഭവമാണ്, ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. ടേസ്റ്റ് വൈസ് ആയാലും അത് എല്ലാം പണ്ടത്തെ ക്വാളിറ്റിയിൽ തന്നെ. ഐറ്റംസ് കുറച്ചു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പ്രോൺസും കാര്യങ്ങളൊക്കെ കുറച്ചു എന്നേ ഉള്ളൂ. എനിവേ ആ കുറച്ചതാണെങ്കിലും ഉള്ളത് വെച്ച് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉള്ളതും നല്ല ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ അവർ ഇതേ നമ്മുടെ കേക്കൊക്കെ ആയിട്ട് വന്നു. ഇതാണ് നമ്മുടെ കുട്ടി കേക്ക്. ശരിക്കും ഇത് മതി, കാരണം നമ്മൾ വയറ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആ കേക്കും കൂടെ കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇനി കാണുള്ളൂ. അപ്പം തോമു ഇന്നലെ തൊട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി തുടങ്ങി, കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകണതുകൊണ്ട് അതൊക്കെ അറിയാം, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ അവിടെ ക്യാപ്പ് കൊണ്ടുവെക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ തോമുന് വെച്ചുകൂടും. അവരുടെ വിചാരം അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ്. ഞങ്ങൾ പറഞ്ഞു അവൻ്റെ ബർത്ത്ഡേ അല്ല, ഡോൺചാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കേട്ടോ. സ്റ്റാഫായാലും ഒക്കെ അടിപൊളിയാണ്, നല്ല ഒരു സർവീസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ സംശയമായിരുന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ, റവന്യൂ വരാൻ ലേറ്റായി അങ്ങനെയൊക്കെ. അപ്പം മാല ഞങ്ങൾ മാറ്റിയെടുത്തു, പൊട്ടിപ്പോയായിരുന്നു. പക്ഷേ എനിക്ക് വെയിറ്റ് കൂട്ടിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കറിയാലോ വില കൂടുതലായതുകൊണ്ട് അത്ര വലിയ വെയിറ്റൊന്നും കൂട്ടാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്കത് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലോക്കറ്റ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചു വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഞാൻ ആ സമയത്തൊരു തത്രപ്പാട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നേരത്തെ വാങ്ങിച്ചു വെച്ചൊരു ലോക്കറ്റും മാലയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു സംഭവമാണ്. ഇവിടെ എല്ലാവർക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗോൾഡ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ്. അത് ശരിക്കും ഒരു അസറ്റാണ്, നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു നീക്കിയിരിപ്പാണ് ഗോൾഡ്. എന്നത്തെ കാലത്തും വില കൂടിയിട്ടേ പോവുള്ളൂ, കുത്തനെ താഴോട്ട് പോകുന്നത് വളരെ കുറവാണ്. സോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
അപ്പോൾ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാക്കോച്ചന് ശരിക്കും പെർഫ്യൂമിൻ്റെ അലർജി വന്നതാണ് കേട്ടോ. പെർഫ്യൂം ഞാൻ അടിക്കാറില്ല, നമ്മളെല്ലാവരും ഇന്ന് പക്ഷേ ഞാൻ അടിച്ചു കേട്ടോ. ഇന്ന് ഞാൻ അടിച്ചു. പിന്നെ അവിടെ മോറോവർ റൂം ഫ്രഷനർ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്മെല്ല് അവന് പറ്റിയില്ല. മേ ബി അന്നും അതായിരിക്കും അവന് ഇറിറ്റേഷൻ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വന്ന് പഫൊക്കെ അടിച്ച് മരുന്ന് കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി. ഇപ്പോൾ പിള്ളേർക്ക് 3 പേർക്കും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സീസണിൻ്റെ ആണ്. തോമു ഹോമിയോ കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കണം, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോണു. തോമിനെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ചാക്കോച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചാക്കോച്ചനെ നമ്മൾ പൊത്തി കൊണ്ടുപോവാണ്. അവന് മിനിഞ്ഞാന്ന് തൊട്ടേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ മരുന്ന് അന്നോട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ മാരകമായ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല. എന്നാലും മാക്സിമം ടേക്ക് കെയർ ചെയ്യണം. ഇന്ന് നമുക്ക് വേറെ നിവൃത്തിയില്ല, അവനെ കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രാത്രി ഇന്നലെയൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, സ്ലീപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ പഫൊക്കെ അടിച്ചപ്പം അവൻ ഓക്കെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ പഫ് അടിച്ചോ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് എടുക്കണ്ട എന്നുള്ളൊരു ഇതിലാണ്. ഇന്നിപ്പോൾ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തു കേട്ടോ. അങ്ങനെ കേക്ക് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ബില്ലുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കാതെ കിട്ടുന്നൊരു സാധനമാണല്ലേ. ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കസിൻസൊക്കെ ആയിട്ട് പോകുമ്പോൾ പറയും കേട്ടോ, ഓർഡർ ചെയ്ത സാധനം ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ ഓർഡർ ചെയ്യാത്ത സാധനം വേഗം കൊണ്ട് തന്നു. അതിനൊക്കെ പറയും കേട്ടോ. അത് എല്ലായിടത്തും ഉള്ളൊരു ആചാരമാണല്ലോ. നമ്മൾ ചോദിക്കാതെ ഹോട്ടലിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ കിട്ടുന്നൊരു സാധനമാണ് ബില്ലെന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ എനിക്ക് കൊടുക്കാൻ പറ്റി. കേക്ക് തന്ന രേവയ്ക്ക് ഒരുപാട് നന്ദി. യമ്മി കേക്കായിരുന്നു കേട്ടോ. അവൻ്റെ 95% കേക്ക് ഓൾറെഡി കഴിഞ്ഞു ഞങ്ങൾ. അവളുടെ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും അകത്തെ സംഭവം ഹാർഡാവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും രേവയുടെ കേക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും, ഹോളി കമ്മ്യൂണിയൻ, വെഡ്ഡിങ്, ഹൽദി എന്തോ ആണെങ്കിലും ആൾ ചെയ്തു തരും കേട്ടോ. പറ്റുവാണെങ്കിൽ അവൾ ഹോം ഡെലിവറിയും ചെയ്തു തരും. അപ്പം അവളെക്കൊണ്ട് പറ്റുന്നില്ല, അവളെ ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണു. അപ്പം രേവയ്ക്ക് എൻ്റെ എല്ലാ വക വിശ്വസും, കാരണം തോമിൻ്റെ ബർത്ത്ഡേന്ന് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം എല്ലാവരും രേവനും സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂരുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് അഫോർഡബിൾ ആൻഡ് എന്താ പറയുക ടേസ്റ്റി ആയിട്ട് കഴിക്കാം. എഗ്ലെസ് അതുപോലെ ഷുഗർലെസ് കേക്ക്സ് ഒക്കെ അവളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്ങനെയൊക്കെയോ സംസാരിച്ച് സെറ്റാക്കി ഡോൺ ചേട്ടനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഞാൻ പിന്നെയും പറയുന്നത്, കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കിയതല്ല, യൂട്യൂബ് ഓഫാക്കിയതാണ് കേട്ടോ. അപ്പോൾ ബൈ.